നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 23 ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം അനുകൂലമായ ദിവസം, ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ ദിവസം, അതുപോലെ തന്നെ നക്ഷത്ര സമയം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ശനിയാഴ്ച ദിവസം ഒരു കുട്ടി ജനിച്ചാൽ അത് ഏത് നക്ഷത്രത്തിലാണെന്നുള്ളത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ തിഥി അറിയാൻ പറ്റും, ശുഭസമയം അറിയുവാൻ പറ്റും, സംഖ്യാശാസ്ത്രപ്രകാരമുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനെ അത്യാവശ്യം മനുഷ്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ലഘൂകരിച്ച് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 2024 നവംബർ മാസം 23 ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ 1200 ആണ്ട് വൃശ്ചിക മാസം 8 വരും. ഇന്ത്യൻ തീയതിയിൽ വരുമ്പോൾ മാർഗ്ഗശീർഷ മാസം 2 വരും. 1946 മാർഗ്ഗശീർഷ മാസം 2 എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. 2024 നിന്ന് 78 വർഷം കുറയ്ക്കുമ്പോഴാണ് ശകവർഷം ഉണ്ടാകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം എന്ന് പറയുന്നത് രാവിലെ 6:20 അസ്തമയം വൈകുന്നേരം 5:56 അതുപോലെ തന്നെ തിഥി സപ്തമി തിഥിയാണല്ലോ. ഉദയാൽപരം നക്ഷത്രം മകനക്ഷത്രമാണ്. മകനക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 5:11 ശനിയാഴ്ച വൈകിട്ട് 7:29 നക്ഷത്രം അവസാനിക്കും. അപ്പോൾ മകനക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച വൈകുന്നേരം 5:11 അവസാനിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി 7:29 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ മകനക്ഷത്ര ജാതകരാണ്. മകനക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട വൃഷ നക്ഷത്രമാണ്, ചിങ്ങക്കൂറിലെ നക്ഷത്രമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഇനി മകനക്ഷത്രപ്രകാരം ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. മകനക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ, മനസ്സിന് സന്തോഷമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യവിജയം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹവും പ്രശംസയൊക്കെ ലഭിക്കുന്ന അത്തരത്തിലുള്ള നല്ല അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു ദിവസമായി ഈ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം മകനക്ഷത്രപ്രകാരം വന്നു ചേരും. അത് ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് ചിന്തിക്കാം. തൃക്കേട്ട, മൂലം, മകയിരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം ഈ 7 നാളുകാർക്ക് ശനിയാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. തൃക്കേട്ട, മൂലം, മകരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ 7 നാളുകാർക്ക് ശനിയാഴ്ച ദിവസം മകനക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇനി ശനിയാഴ്ച ദിവസം മകനക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ, ഏതെങ്കിലും വിധത്തിലുള്ളൊരു തിക്താനുഭവം, വേദനിപ്പിക്കുന്നതായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ധനനഷ്ടമോ, അല്ലെങ്കിൽ ശത്രുതയോ, അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ പിണങ്ങുകയോ, അല്ല ഇനി അവരുമായിട്ടൊരു ഒരു കൂട്ടുകെട്ടോ അവരുമായിട്ട് ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്നൊരു ദിവസമോ, അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഏത് നിൽക്കുന്ന ആളുകാർക്കാണെന്നുള്ളത് ചിന്തിക്കാം. ഉത്രാടം, കാല്, പൂയം, തിരുവാതിര, രോഹിണി എന്നീ 4 നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭർത്താവിനെ കൊണ്ടോ, മക്കളെ കൊണ്ടോ, സുഹൃത്തുക്കളെ കൊണ്ടോ, സ്നേഹിതരെ കൊണ്ടോ, തൊഴിലിടങ്ങളിലോ, ധനപരമായിട്ടുള്ള വിഷയത്തിലോ, അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നോ, സ്നേഹിക്കുന്നവരിൽ നിന്നോ, പ്രേമിക്കുന്നവരിൽ നിന്നോ ഒക്കെ തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. അപ്പോൾ ഒരു വാക്ക് അറിയാതെ വായിൽ നിന്ന് വീണുപോയി, അതൊരു നിമിത്തമാകരുത്. അപ്പോൾ സൂക്ഷിക്കുക. ഓരോ ദിവസവും പ്രശ്നങ്ങളിൽ അകപ്പെടാൻ നോക്കണം. പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരും. ആ ടെൻഷൻ നമ്മളെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിലാക്കി നമ്മളെ രോഗികളാക്കി മാറ്റും. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തെ ഇല്ലാതാക്കും. പിന്നെ നമുക്ക് അറിയാതെ തന്നെ നമുക്ക് ദേഷ്യം വന്നു പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി, അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയാണ് പ്രതികൂലം പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് അറിയുമ്പോൾ അതനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നൊരു വ്യക്തിക്ക് ജീവിത വിജയം ഉണ്ടാകും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ശനിയാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതല്ല, ഏത് കാര്യവും കഴിവതും ഈ ശുഭസമയത്ത് തന്നെ ചെയ്യുക. അത് ജീവിത വിജയത്തിന് കാരണമാകുന്നൊരു കാര്യമാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം രാവിലെ 7:50 മുതൽ 9:20 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 10:50 മുതൽ 12:24 വരെയുള്ള സമയം ശുഭസമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 1:50 മുതൽ 5:20 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ ഏത് കാര്യവും ഈ സമയത്ത് ചെയ്യുക.
അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രം ചിന്തിക്കാം. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 23 ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തീയതി പ്രകാരം, അതായത് ശനിയാഴ്ച ദിവസത്തെ തീയതി എന്ന് പറയുന്നത് 23 അതിനെ ഒറ്റസംഖ്യയാക്കുമ്പോൾ 5 വരും. 2 + 3 = 5. അങ്ങനെ ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ്. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സംഖ്യാജ്യോതിഷം അതിൻ്റെ പരിഹാരം പറയുന്നത് ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രം ധരിക്കുന്നവരുടെ പേരിൽ EHNX എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഉത്തമമായ ഫലങ്ങൾ വരും, പ്രതികൂലമായ ഒന്നും വരത്തില്ല എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഇനി പേരിൽ EHNX എന്നീ അക്ഷരങ്ങളില്ലെങ്കിൽ പോലും സാമാന്യ ഫലങ്ങൾ അവർ ഇളനിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമാണ് ചിന്തിക്കുന്നത്. ശനിയാഴ്ച ദിവസം ധനം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. ശനിയാഴ്ച ദിവസം അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അവരുടേതായ ധനസ്ഥിതി അനുസരിച്ച്, ഇപ്പോൾ ചെറിയ തുക കൈകാര്യം ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള ധനനേട്ടമായിരിക്കും, വലിയ തുക കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റേതായ നേട്ടമായിരിക്കും. എന്തായാലും അവർക്ക് ധനം വന്നു വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. 1 രൂപയ്ക്ക് പോലും വരുമാനമില്ലാതെ ജീവിക്കുന്നവരാണെങ്കിലും എങ്ങനെയും അവർക്ക് പണം കിട്ടും, ഇല്ലെങ്കിൽ അവർ കടം ചോദിച്ചാൽ പോലും കിട്ടുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ കടം തിരിച്ചു കൊടുക്കാനും കഴിയും, അതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് പറയുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ധനപരമായ വിഷയത്താൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, കടബാധകളാലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ കടം ചോദിച്ചാലോ ധനം എങ്ങനെയും വന്നു ചേരുവാനോ സാധ്യത ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.